ഗുഡ് മോർണിംഗ് ഗായ്സ്. പുതിയ വീഡിയോയുമായി ഇതാണ് നമ്മൾ പുതിയ മേടിച്ച 2023 CHR 1.8 CVT ഹൈബ്രിഡ് ഡ്യുവൽ ടോൺ ക്ലബ് എന്ന് പറഞ്ഞ മോഡൽ. ഇത് ഹൈബ്രിഡാണ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈബ്രിഡ് ടെക്നോളജി വന്ന അതിൻ്റെ CHRൻ്റെ സെക്കൻഡ് ജനറേഷൻ. ഇതെടുത്തത് നമുക്ക് 1.8 ലിറ്റർ CVT ടോർക്ക് കൺവേർട്ടർ ഉള്ള എൻജിനാണ് വരുന്നത്. വണ്ടിയുടെ മെയിൻ ഇതാണ്, CO2 എമിഷൻ കുറവ്, 86 ഗ്രാം. പിന്നെ ഉള്ളത് ഫ്യൂൽ കൺസപ്ഷനാണ് ഇതിൻ്റെ ഡ്രാസ്റ്റിക്കലി കുറയുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 3.5 ലിറ്റർ 400 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. റിയൽ വേൾഡ് 5.5 to 6 ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡ്രൈവിംഗ് കണ്ടീഷൻസ് ഇരിക്കും. നമുക്കൊരു ക്ലോസപ്പ് പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരാം. ആസ് യൂഷ്വൽ ടൊയോട്ട ബാഡ്ജിങ് വിത്ത് അനലോഗ് ഡയൽസ്. സ്റ്റിൽ അനലോഗ് ഡയൽസ് അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊരു ഡിജിറ്റൽ സ്പീഡോമീറ്റർ. യൂഷ്വൽ ടൊയോട്ട ബാഡ്ജിങ്. ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വരാം. അതിൻ്റെ മുമ്പേ ഡോറിലെ കൺട്രോൾസ് വരുമ്പോൾ നമുക്ക് ലോക്ക് അൺലോക്ക്, പവർ വിൻഡോസ്, പിന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവിടെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിലാണ്, പക്ഷെ നിങ്ങൾക്ക് ഒരു സൗണ്ടും കേൾക്കുന്നില്ലായിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി. റെഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണെങ്കിൽ വണ്ടി ഇത് റെഡി, ബട്ട് സൗണ്ട് ഇല്ല. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ഗിയർ ഇൻഡിക്കേറ്റർ, അത് നമ്മുടെ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പിന്നെ ബ്രേക്കിംഗ് മോഡ്. ആ മോഡ് യൂഷ്വലി എനർജി കൺസർവ് ചെയ്യുന്നൊരു മോഡാണ്. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോള്, പിന്നെ ഓൾ ദ ഫീച്ചേഴ്സ്, ഡിഫ്രോസ്റ്റ് ഫ്രണ്ട് ബാക്ക്, വെന്റിലേറ്റർ അല്ല, ഹീറ്റഡ് സീറ്റ്സ്, ലെഫ്റ്റ് റൈറ്റ് ഹീറ്റഡ് സീറ്റ്സ് വരുന്നു. AC കൺട്രോൾ, ബേസിക് AC കൺട്രോളിൽ ഇവിടെ നമുക്കൊരു USB പോർട്ട്. ഇത് നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ. ബട്ട് ആൻഡ്രോയിഡ് ഓട്ടോ നമ്മുടെ വയർലെസ് അല്ല, വയർഡാണ്. ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. ഇത് നമ്മുടെ നാവിഗേഷൻ സ്ക്രീന്, ബേസിക് ഫങ്ഷൻ നാവിഗേഷൻ, മ്യൂസിക്, കോൾസ്, ഇൻഫർമേഷൻ. ഇതാണ് നമ്മുടെ ഫ്ലോ ചാർട്ട്, എനർജി ഫ്ലോ ചാർട്ട്. അത് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ കാണാം. പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, വൈപ്പർ കൺട്രോൾസ്, ഇത് നമ്മുടെ ലൈറ്റ് കൺട്രോൾസ്, ഓട്ടോമാറ്റിക്. സ്റ്റിയറിംഗ് വീല് വരുവാണെങ്കിൽ നമുക്കിവിടെ മോഡ്സ് ഉണ്ട് ഫോർ മ്യൂസിക്, പിന്നെ സൈഡ് ബ്ലൂടൂത്ത് കോമൺ. ഇതാണ് നോർമൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസ്. ലൈൻ കീപ്പിംഗ് അസിസ്റ്റ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. പിന്നെ ഇതുവരെ നമ്മുടെ കൊളഷൻ അലേർട്ട്. താഴെ വരുന്നത് നമുക്ക് നമ്മുടെ ക്രൂസ് കൺട്രോളിൻ്റെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഗിയറുകളാണ്. ചെറുതായിട്ട് വരുന്ന ഇവിടെ നമ്മുടെ ലൈറ്റ് കൺട്രോൾസ്. ഇവിടെ മിറർ വിത്ത് ഓട്ടോ ഡിമ്മിങ്, പിന്നെ സെൽഫ് ഫോൾഡഡ് മിറേഴ്സാണ്. ഇതാണ് സൈഡ് കമ്പോണൻസ്. അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ഒരു ഡയമണ്ട് തീമാണ് അവർ കൊടുത്തേക്കുന്നത്. കമ്പനി ഒരു ഡയമണ്ട് തീമാണ്. ഇത് നമ്മൾ ഡോർ പാഡിലാണെങ്കിലും ഈവൻ ഡയൽസ് ആണെങ്കിലും എല്ലാം ഒരു ഡയമണ്ട് തീമാണ്. ഈവൻ സീറ്റ്സ് നിങ്ങൾക്ക് നോക്കി അറിയാം. സീറ്റ്സ് ആണെങ്കിൽ പോലും ഫുള്ളൊരു ഡയമണ്ട് കട്ടാണ്, ഡയമണ്ട് തീമാണ്. ഈവൻ ഇൻ ദ റൂഫ് നമുക്ക് കാണാം ഡയമണ്ട് കട്ട്സ്. ഓൾ ഒരു ഡയമണ്ട് തീമാണ് എല്ലായിടത്തും കൊടുത്തേക്കുന്നത്. ഫുള്ളൊരു ഡയമണ്ട് തീമാണ് എല്ലാത്തിലും. പിന്നെ ഇവിടെ ലെതർ റാപ്ഡ് ഒരു പോഷ് മെറ്റീരിയൽ, ഒരു പോഷ് ഇൻറ്റീരിയർ വരാനുള്ള വിത്ത് എയർ ബാഗ്സ്. ഇവിടെ ഒരു AC വെൻസ്, ചെറിയൊരു ഗ്ലവ് ബോക്സ്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ അധികം സ്പേസ് ഇല്ല. നമ്മുടെ
കപ്പ് ഹോൾഡർ, ജസ്റ്റ് ഒരു ബോട്ടിൽ ഹോൾഡർ, ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ, ലൈറ്റ്സ്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോകാം. വണ്ടി ഒന്ന് ബാക്കിലോട്ട് വരുമ്പോൾ ഹാൻഡിൽ ഹിഡൻസ് ആണ്. ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് പോകുന്നുണ്ട്. ബാക്കിലെ ഇൻറ്റീരിയർ, ഒരു ബോട്ടിൽ ഹോൾഡർ, ഒരു ലാമ്പുണ്ട്, റീഡിങ് ലാമ്പ് ചെറുതായിട്ടുള്ള. പിന്നെ ഇതിൻ്റെ മെയിൻ ഇതാണെന്ന് വെച്ചാൽ ഹൈ റേസ്ഡ് വിൻഡോ ലൈൻസ് ആണ്. അപ്പോൾ അത് കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ടായിരിക്കും പുറത്തോട്ട് വന്ന് കാണും. ഇന്ന് CHR എന്ന് പറഞ്ഞാൽ കുപ്പേ ഹൈ റൈഡർ എന്നാണ്. അപ്പോൾ റേസ്ഡ് വിൻഡോ ലൈൻ ആയതുകൊണ്ട് വിൻഡോ ഏരിയ കുറവാണ്. അതുകൊണ്ട് നമുക്ക് പിള്ളേർക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് ആയിരിക്കും. പിന്നെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മാസീവ് ബ്ലൈൻഡ് സ്പോട്ടുണ്ട്. ബട്ട് റിവേഴ്സ് ക്യാമറ ഉള്ളതുകൊണ്ട് ഏകദേശം അത് കവർ ആകുന്നുണ്ട്. പക്ഷേ ഇത് മാസീവ് ബ്ലൈൻഡ് സ്പോട്ടാണ്. പിന്നെ ഒരു കർവ്ഡ് നേച്ചറാണ് ബാക്ക് ഇൻറ്റീരിയർ വരുന്നത്. ഷീറ്റ്സ് ആസ് യൂഷ്വൽ ടിഷ്യൂ പ്ലസ് ലെതർ, ഡ്യുവൽ മെറ്റീരിയൽ. ഇവിടെ സെൻട്രൽ കൺസോളിൻ്റെ ബാക്കിലൊന്നും വരുന്നില്ല, ജസ്റ്റ് പ്ലെയിൻ ആണ്. പിന്നെ ഐസോഫിക്സ് മൗണ്ട്സ് ബാക്കിൽ 2 സീറ്റിലും 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ആംറെസ്റ്റ് ഇല്ല. നമുക്കടുത്ത ബാക്കിലേക്ക് വരാം. ട്രങ്ക് സ്പേസ്, നമ്മുടെ അടുത്ത ട്രങ്കിലേക്ക് പോകാം. ട്രങ്കിലേക്ക് വരുന്ന ആസ് യൂഷ്വൽ ഇവിടെ ഒരു സ്പോയിലറുണ്ട് വിത്ത് സ്റ്റോപ്പ് മൗണ്ട്, അതിൻ്റെ മണ്ടയ്ക്ക് മൗണ്ട്, റിയർ വൈപ്പേഴ്സ്, ടോർജ് ബാഡ്ജിങ്, ബാക്ക് സെൻസേഴ്സ്, ഇത് റിവേഴ്സ് ക്യാമറ, ഹാർഡ് എന്നുള്ള ബാച്ചിങ്. പിന്നെ സ്ക്രോളിംഗ് ടെയിൽ ലാമ്പാണ്. അതിൻ്റെ ഡെമോ കാണിച്ചു തരാം. ഇതാണ് ട്രങ്ക് എന്ന് പറയുമ്പോൾ ടു ബി എക്സാക്ട് 377 ലിറ്റേഴ്സ്, 1.8 ലിറ്ററിൽ. അതൊരു 20 ലിറ്റേഴ്സ് കുറയും 2 ലിറ്റർ ആകുമ്പം. ഒരു മാറ്റ്, അടിയിൽ വേറെ മാറ്റ്. പിന്നെ അതിൻ്റെ താഴെ സ്പെയർ വീൽ വരുന്നില്ല, പകരം ടയർ റിപ്പയർ കിറ്റാണ് വരുന്നത്. ലെതർ പൗണ്ടർ, അതാണ് ബേസിക് ഇൻറ്റീരിയേഴ്സ്. ഇതിൻ്റെ ഓവർലോക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ഹാർട്ട് എൻജിൻ ബേയിലേക്ക് പോവാം. സോ ഇതാണ് ഗൈസ് നമ്മുടെ എൻജിൻ ബേ. എന്താണ് 4 സിലിണ്ടർ എൻജിൻ. ഇതാണ് വരുന്നത് നമ്മുടെ അഡീഷണൽ ഹൈബ്രിഡ് ബാറ്ററി. ഈ ബാറ്ററിയാണ് നമ്മുടെ ചാർജ് ആകുന്നത്. ഇതാണ് നമ്മുടെ അഡീഷണൽ ബാറ്ററി ഇതിനകത്ത് വരുന്നത്. ഇത് നമ്മുടെ നോർമൽ ബാറ്ററി ആസ് യൂഷ്വൽ. ഇത് കൂളൻറ്റ്, ഐ തിങ്ക് ഇറ്റ്സ് ബാറ്ററീസ് കൂളൻ്റ് ആണിത്. ഇത് നോർമൽ നമ്മുടെ എൻജിൻ കൂളൻ്റ്, സ്ക്രീൻ വാഷർ, ഹൈഡ്രോളിക് തട്സ് എല്ലാം നോർമൽ എന്നാണ് കൊടുത്തേക്കുന്നത്. ഒരു മാസീവ് എൻജിനാണ് കമ്പയർഡ് ടു ദ വെഹിക്കിൾ. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, ഒരു ശകലം പോലും സ്പേസ് ഇല്ല, ഫുള്ളി പാക്ഡ് ആണ് എൻജിൻ ബേ. സോ ഇതാണ് എൻ്റെ എൻജിൻ ബേ. ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഡ്രൈവിനെ കുറിച്ച് പറയാം. സ്റ്റാർട്ട് ചെയ്യുമ്പം മോസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റും, ഇനിഷ്യലി അത് പെട്രോൾ എഞ്ചിനാണ് എടുക്കുന്നത് വിത്ത് ബാറ്ററി. അതിനോട് കൂടിയാണ് ഇനിഷ്യലി നമുക്ക് വേണ്ടിയെല്ലാം ഇതാണ്
വരുന്ന പവർ പെട്രോൾ എഞ്ചിനിൽ നിന്നാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഗ്രാജുവലി അത് ബാറ്ററിയിലോട്ട് മാറും. അതാണ് നമ്മളെടുക്കുമ്പോൾ അത് സൗണ്ട് ഫീൽ ചെയ്യാറില്ല, അത് തീരെ സ്മൂത്താണ്. അതാണ് മെയിൻ ഒരു ബെനിഫിറ്റ്. പിന്നെ ഇതാണ് എനർജി ഫ്ലോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എനർജി ഫ്ലോ. പിന്നെ വണ്ടി തീരെ സൈലൻ്റാണ്. നമുക്ക് വണ്ടി ഓണാകുന്ന പോലും അറിയത്തില്ല. അതൊരു അറ്റൻഷൻ വേണം, ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. പിന്നെ വണ്ടി തീരെ സ്മൂത്താണ്. ഇനിഷ്യലി ആ ഒരു പവർ ബിൽഡപ്പ് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കും. അതിൻ്റെ ഒരു ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വൺസ് ഇതായി കഴിഞ്ഞാൽ അത് പിന്നെ ഇപ്പോൾ കൂടും. ഇനിഷ്യലി ഒരു ചെറിയ ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇനിഷ്യലി അത് ഓടുന്നത് മൊത്തം ബാറ്ററിയിലാണ്. ബാറ്ററിയിൽ നിന്ന് നേരെ പെട്രോൾ എഞ്ചിനിലോട്ട് കൺവേർട്ട് ആകുമ്പം ഉള്ളൊരു ലാഗ്. ആ ലാഗ് കഴിഞ്ഞാൽ പിന്നെ സംഭവം ഓക്കെയാണ്. മെയിൻലി ശ്രദ്ധിക്കുക, നമ്മൾ ബ്രേക്കിങ്ങിലും ഇറങ്ങുമ്പോഴും എനർജി റിക്കപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എനർജി ബാറ്ററിയിലോട്ട് സ്റ്റോർ ചെയ്ത് എക്കണോമി കൂട്ടാൻ അത് സഹായിക്കുന്നുണ്ട്. അതൊക്കെയാണ് എൻ്റെ ഹൈബ്രിഡിൻ്റെ ബെനിഫിഷ്യൽ. പിന്നെ നമുക്ക് പ്ലഗിൻ ചെയ്യേണ്ട, വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി ഓൺ ദ കോഴ്സ് വണ്ടി ഓൺ റണ്ണിങ് തന്നെ വണ്ടി തന്നെ സ്വിച്ച് ഓൺ ബിറ്റ്വീൻ ബാറ്ററി ആൻഡ് പെട്രോൾ എഞ്ചിൻ വണ്ടി തന്നെ സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് സമയം ലാഭമുണ്ട്. പ്ലഗിൻ ചെയ്ത് ചാർജ് ചെയ്യേണ്ട. അങ്ങനെ അതിൻ്റെ ബെനിഫിറ്റ്സ്. പിന്നെ വണ്ടി സസ്പെൻഷൻ സോഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ അത്ര ഹാർഡും അല്ല. കോർണർ ചെയ്യുമ്പം കുറച്ചുകൂടെ സ്റ്റഡിയാണ്, കാരണം വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് വണ്ടി കുറച്ചുകൂടെ സ്റ്റഡിയാണ്. ഇപ്പോൾ കോർണറിൽ നമുക്ക് ലീൻ ഓവർ ചെയ്യാറില്ല വണ്ടി. പിന്നെ ഹൈവേ ക്രൂസിന് സീറ്റിംഗ് കംഫർട്ട്, ഡ്രൈവിംഗ് കംഫർട്ട് എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഹൈവേ ക്രൂസിനാണെങ്കിലും നമ്മൾ കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ പിന്നെ നമുക്ക് ആ ഒരു മടുപ്പ് ഫീൽ ചെയ്യത്തില്ല. പിന്നെ ബംപ്സ് ആണെങ്കിലും അബ്സോർബ് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ഉള്ളിലോട്ട് നമുക്ക് അത്ര ഫീൽ ചെയ്യാറില്ല. പിന്നെ ഓവറോൾ വിസിബിലിറ്റി നല്ലതാണ്, എക്സെപ്റ്റ് ആ ഒരു സി പില്ലറിലുള്ള ഒരു ബ്ലൈൻഡ് സ്പോട്ട്. അത് പക്ഷേ അത് ക്യാമറയ്ക്കകത്ത് കവർ ചെയ്യുന്നതുകൊണ്ട് അത്ര ഫീൽ ചെയ്യാറില്ല. ബാക്കി ഓവറോൾ അവിടെ ചെറിയ സ്മോൾ വിൻഡോ കൊടുത്തുകൊണ്ടുള്ളതുകൊണ്ട് അത് നമുക്ക് ജംഗ്ഷനിലേക്ക് പുള്ള് ചെയ്യുമ്പം അത് അത്ര പ്രശ്നമില്ല. ചെറിയൊരു വിൻഡോ ഉള്ളതുകൊണ്ട് അത് പ്രശ്നമല്ല. പിന്നെ ഓവറോൾ ഓക്കെ ഗൈസ്, ഇതാ ഫൈനലി നമ്മൾ വീഡിയോ എത്തിക്കുകയാണ്. നമ്മുടെ ടോട്ടൽ കൺസപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് 15.1 ലിറ്റർ കിലോമീറ്റർ ഓടി. 5.9 ആണ് നമ്മളിപ്പോൾ പ്രസൻറ്റ് കൺസപ്ഷൻ. 67% ആണ് നമ്മുടെ EV ഓടിയിരിക്കുന്നത്. ബാക്കി റെസ്റ്റ് പെട്രോള്. 15 കിലോമീറ്റർ ഓടിയപ്പോൾ നമുക്ക് കൺസപ്ഷനാണ് 5.9. അതാണ് എൻ്റെ ഒരു ബെനിഫിറ്റ്. സോ ഇതാണ് നമ്മുടെ ചെറിയൊരു വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്. അപ്പം എൻജോയ് ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ എല്ലാവരും പറയുന്ന തൊട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇതുപോലത്തെ ക്ലാസിക് വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.